മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ വി.ഡി. സതീശൻ ഗുരുവായൂരപ്പനെ തൊഴുത് ദർശന സായുജ്യം നേടി. ആഘോഷങ്ങളോ കടുത്ത സുരക്ഷാ വലയങ്ങളോ ഇല്ലാതെ തികച്ചും സാധാരണക്കാരനായാണ് മുഖ്യമന്ത്രി ക്ഷേത്രനടയിൽ തിങ്ങിനിറഞ്ഞ ഭക്തർക്കിടയിലേക്ക് എത്തിയത്. രാവിലെ 6:40-ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ ശേഷം തെക്കേ നടപ്പുരയിലൂടെ നടന്നാണ് കിഴക്കേ ഗോപുരത്തിന് മുന്നിലെത്തിയത്. തുടർന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. താലികെട്ട് കഴിഞ്ഞെങ്കിലും വധൂവരന്മാരെ ആശീർവദിച്ചും ഫോട്ടോ എടുത്തും അവർക്കൊപ്പം 10 മിനിറ്റ് ചെലവഴിച്ചു. 6:50-ന് ക്ഷേത്രത്തിലേക്ക് കടന്നു. കിഴക്കേ ഗോപുര കവാടത്തിലെ മെറ്റൽ ഡിറ്റക്ടറിന് മുന്നിൽ വെച്ച് ഷർട്ടൂരി കസവ് വേഷ്ടിയണിഞ്ഞു. ക്ഷേത്രത്തിൽ ശീവേലി സമയമായിരുന്നു. സോപാനത്തിനു മുന്നിൽ വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച് മേൽശാന്തിയിൽ നിന്നും പ്രസാദം വാങ്ങിയ ശേഷം വെണ്ണ കൊണ്ടും ക്ഷേത്രത്തിലെ പൂജയ്ക്കുപയോഗിക്കുന്ന മണിക്കിണറിലെ തീർത്ഥം കൊണ്ടും തുലാഭാര വഴിപാട് നടത്തി. 71 കിലോഗ്രാം ദ്രവ്യങ്ങളാണ് ഇതിനായി വേണ്ടിവന്നത്. തുടർന്ന് ഉപദേവന്മാരെയും തൊഴുത് പുറത്തിറങ്ങിയ അദ്ദേഹം ഓഫീസ് കാര്യാലയ ഗണപതിക്ക് നാളികേരവും ഉടച്ചു. അവധി ദിവസമായതിനാൽ VIP ദർശനത്തിന് നിയന്ത്രണമുണ്ടായിരുന്നതിനെ തുടർന്ന് സാധാരണ ഭക്തരെ പോലെ നെയ്വിളക്ക് ഷീട്ടാക്കിയാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ടി.കെ. ഗോപാലകൃഷ്ണൻ 4500 രൂപ അടച്ചാണ് നെയ്വിളക്ക് ഷീട്ടാക്കിയത്. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ ദർശനം ശീലമാക്കിയ ഭക്തൻ കൂടിയാണ് വി.ഡി. സതീശൻ. സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും തനിക്ക് ചുറ്റും വലയം തീർക്കാൻ ശ്രമിച്ചപ്പോൾ ഭക്തരെ ബുദ്ധിമുട്ടിക്കണോ എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു ചോദിച്ചു. "എന്റെ സുരക്ഷ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്" എന്ന് അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ ആർപ്പുവിളികളോടെയാണ് മുഖ്യമന്ത്രിയെ വരവേറ്റത്. തനിക്കരികിലേക്ക് എത്തിയവർക്ക് ഹസ്തദാനം നൽകിയും ചേർത്ത് നിർത്തി കുശലം പറഞ്ഞും സെൽഫികൾക്ക് പോസ്റ്റ് ചെയ്തും തികച്ചും ജനകീയനായ ഭരണാധികാരിയുടെ ഭാവത്തിലായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ചെയർമാൻ A.V. ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്റർ O.B. അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ പൊന്നാടണിയിച്ച് സ്വീകരിച്ചു. കെ. കരുണാകരനു ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ.